ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ബന്ധുക്കൾക്ക് നേരെ ഭീഷണിയുണ്ടെന്നും പ്രായമായ മാതാവിനെ പോലും അപമാനിച്ചെന്നും സ്വതന്ത്ര ചിന്തക ജാമിദ് ടീച്ചർ. പള്ളി സെക്രട്ടറിയും യൂട്യൂബ് ചാനൽ അവതാരികയും വീട്ടിലെത്തിയാണ് ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതെന്നും ജാമിദ് ടീച്ചർ പറഞ്ഞു. ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരികയ്ക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാരവനിതയാണെന്നും ജാമിദ് ടീച്ചർ ചൂണ്ടിക്കാട്ടി. ജനം ടിവിയുടെ ഭീഷണിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി ജാമിദ് ടീച്ചർ. ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചാരവനിതയാണിവര്. ഈ സ്ത്രീ എന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയത് ഇവരെ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെയുള്ള പലയിടങ്ങളിലും ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞും അതുപോലെ പള്ളി കമ്മിറ്റിക്കാരനാണ്, പോലീസുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുകയും ഫിനാൻഷ്യൽ തട്ടിപ്പിന് ശ്രമിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് രേഖകൾ, ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. കൂടെ പോലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അവരുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്തി. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളും ഇസ്ലാം മതം വിട്ടവരും തമ്മിൽ ഒരു ക്ലാഷിനിടയാകും. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇവർ വിദ്വേഷമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ഇവര് എൻ്റെ മാതാവിനെ, എൻ്റെ പിതാവിനെ, എൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ 3 വർഷം മുമ്പ് വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ച വ്യക്തിയാണ്. ഒരുപാട് ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട് ഇവര് കാരണം തന്നെ. അപ്പൊ എന്നോടുള്ള വിരോധം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങളുടെ പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെയും എന്നെയും പരസ്പരം ഗോധയിലേക്ക് ഇറക്കാനും അതുവഴി ഇവർക്ക് ചില താല്പര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഒന്നുകിൽ ഇവരൊരു മാനസിക രോഗിയാണ്, അതല്ലെങ്കിൽ ഇവര് പഠിച്ച ഒരു ക്രിമിനലാണ്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ട്, വധഭീഷണി അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജാമിദ് ടീച്ചർ ജനം ടിവിയുടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവൾ വെളിപ്പെടുത്തിയത്? KP, ഈ ജാമിദ് ടീച്ചർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബറും ഒരു പള്ളി സെക്രട്ടറിയും നേരിട്ട് തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുകയും അതിനുശേഷം അവിടെ ഈ ജാമിദ് ടീച്ചർ മതം മാറിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതം ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടെന്നും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും അവരോട് മര്യാദയായി സംസാരിക്കുകയും ചെയ്തു എന്നാണ് ജാമിദ് ടീച്ചർ ജനം ടിവിയോട് പറഞ്ഞത്. മാത്രമല്ല, ആ സഹോദരിയുടെ വീട്ടിലുണ്ടായിരുന്ന ജാമിദ് ടീച്ചറുടെ മാതാവിനോട് പോലും അപമര്യാദയായി സംസാരിക്കുന്ന ഒരു രീതി അവർ സ്വീകരിച്ചിരുന്നു എന്ന് കൂടി ജാമിദ് ടീച്ചർ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സഹോദരിയുടെ അനുവാദം കൂടാതെ, സഹോദരിയുടെയും മകന്റെയും അനുവാദമൊന്നും കൂടാതെ വീട്ടിനകത്തെ ദൃശ്യങ്ങൾ പകർത്തുകയും മാത്രമല്ല ഇവരുടെ സംഭാഷണം അടക്കം അത് റെക്കോർഡ് ചെയ്യുകയും അവരുടെ അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എന്നാണ് ജാമിദ് ടീച്ചർ പറയുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ഈ യൂട്യൂബർ തന്റെ യൂട്യൂബിലൂടെ നവമാധ്യമങ്ങളിലൊക്കെ തന്നെ ഇടുകയും ആ രീതിയിൽ കൂടി തന്റെ കുടുംബത്തെ അപമാനിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഷഫീന ബീവി എന്നെ കുറിച്ച് ജാമിദ് ടീച്ചർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതീവ ഗൗരവമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഷഫീന ബീവിയുടെ ഭർത്താവ് അത് ബംഗ്ലാദേശുകാരനാണ്. ഇവർക്ക് ഒരു മകനുണ്ട്. ആ മകന് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്, ഇവർ വ്യാജരേഖ ചമച്ചാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് എന്ന കാര്യം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, മത തീവ്രവാദ ശക്തികളുടെ ഒരിടപെടൽ ഈ വിഷയത്തിലുണ്ട്. ഇവർക്ക് പിന്നിൽ അത്തരത്തിലുള്ള ശക്തികളുണ്ട് എന്നുകൂടിയാണ് ജാമിദ് ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ കൃത്യമായി ഒരു അജണ്ട സെറ്റ് ചെയ്ത് മറ്റ് ചിലരാണ് ഇവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നുകൂടി ജാമിദ് ടീച്ചർ പറയുന്നുണ്ട്. ഇവർക്ക് പിന്നിലുള്ള ഇവർ കൃത്യമായി തന്നെ പല കേസുകളിൽ അകപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ അന്വേഷണം വേണം എന്നുകൂടി ജാമിദ് ടീച്ചർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, താൻ ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്, അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഏറ്റവും ഒടുവിൽ അതിൽ ചില പാകപ്പിഴകളുണ്ട്, ചില അപാകതകൾ ഉണ്ട് എന്ന്
മനസ്സിലാക്കിയ അല്ലെങ്കിൽ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആ ഇസ്ലാം മതം ഉപേക്ഷിച്ചു. എന്നാൽ ഉപേക്ഷിച്ച അന്നു മുതൽ തന്നെ തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള ഭീഷണിയും മറ്റുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യമൊക്കെ തന്റെ അടുത്ത ബന്ധുക്കളിൽ മാത്രമാണ് ഇത് ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ തന്നെ കേന്ദ്രീകരിച്ച് തന്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചു കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അവരെ കൂടി അലോസരപ്പെടുത്തുക, അവരുടെ ജോലി കളയിക്കാനുള്ള ശ്രമം ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ജാമിദ ടീച്ചർ ഇപ്പോൾ ജനൻ ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമ നടപടിയിലേക്ക് കടക്കാൻ കൂടിയാണ് ജാമിദ ടീച്ചറുടെ മുന്നോട്ടുള്ള നീക്കം. KP കോഴിക്കോട് നിന്ന് മനഖ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.